കുവൈറ്റിൽ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളിൽ 9 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 6 പേരും കാസർഗോഡ് ജില്ലയിലെ 2 പേരും ഒരാൾ കോട്ടയം സ്വദേശിയുമാണ്. അടിയന്തര സഹായത്തിനായി നോർക്ക ഹെൽപ്പ് ലൈൻ തുടങ്ങി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര ഇടപെടലിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു. കുവൈറ്റിൽ നിന്ന് ഗിരീഷ് ഒറ്റപ്പാലവും അരുൺ പാറാട്ട് ദുബൈയിൽ നിന്നും ഹരികൃഷ്ണൻ നോർക്കയുടെ വിവരങ്ങളുമായി അരുൺരാജ് കൊല്ലത്തു നിന്നും വി ജയശങ്കർ പുനലൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഗിരീഷ് ഒറ്റപ്പാലത്തിലേക്കാണ് പോകുന്നത്. ഗിരീഷ്, നമസ്കാരം. ഒരു ഗുഡ് മോർണിംഗ് ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആർക്കും തന്നെയില്ല. വലിയ സങ്കടമുണ്ടാക്കുന്നു ഈ വാർത്ത. നമുക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് അന്യനാട്ടിൽ പോയി കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത്. അവരുടെ ജീവിതം ഇങ്ങനെ പുറത്തു വരുമ്പോൾ വല്ലാത്ത ഞെട്ടലുണ്ടാകുന്നു. എന്തെല്ലാം വിവരങ്ങളാണ് ഗിരീഷിന് ഇപ്പോൾ നൽകാനുള്ളത്? സ്മിത പറഞ്ഞതുപോലെ ഇപ്പോഴും കുവൈറ്റ് സമൂഹം ഞെട്ടലിൽ തന്നെയാണ്. നിരവധി പേരാണ് ഇപ്പോഴും ഹോസ്പിറ്റലിലുള്ളത്. അവരുടെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കുവൈറ്റിലെ വിവിധ ഏരിയകളിലുള്ള അതായത് അദാൻ ഹോസ്പിറ്റലിലുള്ളവരുടെ പേഷ്യൻസിന്റെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അദാൻ ഹോസ്പിറ്റലിൽ 10 പേരാണ് ഇപ്പോഴുള്ളത്. അതേസമയം മുബാറക് ഹോസ്പിറ്റലിലും 7 പേരാണ് ഇപ്പോഴുള്ളത്. ഇവരിലെല്ലാം തന്നെ എത്ര മലയാളികളുണ്ട്, നമ്മൾ പേരിലൂടെ മാത്രമാണ് മലയാളികളുടെ അവർ മലയാളികളാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ ബാക്കിയുള്ള ഇവരുടെ ഐഡിയും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളും നമ്മൾ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ വിരലടയാള പരിശോധനകൾ അല്പസമയത്തിനകം പൂർത്തിയാവും എന്നും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ കൃത്യമായിട്ട് ഇവരുടെ വിവരങ്ങൾ അറിയുന്നു. ഇപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞവരുണ്ട്. അതല്ലാതെ കുറേ പേരുണ്ടല്ലോ. അവരിൽ ഇനിയും മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റ് നടപടികളൊക്കെ എപ്പോഴായിരിക്കും? ആ രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അല്പസമയത്തിനകം കുവൈറ്റിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിനാൽ തന്നെ നടപടിക്രമങ്ങൾ കഴിയുന്നതും വേഗം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. അതിനുശേഷം അവരവരുടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ ബോഡി അയക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളും ലഭ്യമാകും. ശരി, നന്ദി ശ്രീ ഗിരീഷ് ഒറ്റപ്പാലം. നമുക്കൊപ്പം അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതാണ്. അരുൺ പാറാട്ട് കൂടി ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. അരുൺ, ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇന്നലെ രാത്രി എത്തുന്നു. ഇന്നലെ രാവിലെ ഇത് സംഭവിക്കുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഞെട്ടലാണ് മലയാളി സമൂഹത്തിനുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതുതായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതാ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇന്നലെ രാവിലെ ഒരു സാധാരണ തീപിടുത്തം എന്നതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. പിന്നെ ഒരു ഉച്ചയോട് കൂടിയാണ് ഇതിന്റെ ഗ്രാവിറ്റി കൃത്യമായി തന്നെ മനസ്സിലായത്. വലിയ തോതിൽ കുവൈറ്റിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമായി ഈ ഒരു തീപിടുത്തം മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 49 ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ 43 ഇന്ത്യക്കാരുണ്ട്, ബാക്കി 5 ഫിലിപ്പൈൻ സ്വദേശികളും പിന്നെ ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട് എന്നുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇവരുടെ വിരലടയാളങ്ങളും അതിന് സാധിക്കാത്ത ആളുകൾ DNA ടെസ്റ്റ് അടക്കം നടത്തിയാണ് ഇവരുടെ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞത്. എന്തായാലും മരിച്ചവരിൽ 11 പേരാണ് മലയാളികളായിട്ടുള്ളത്. ഇതിൽ 9 പേരുടെ വിശദാംശങ്ങൾ ലഭ്യമായി. അരുൺ പാറാട്ടാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഈ നോർക്ക ഇതിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും ആദ്യ നടപടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയുക?
സ്മിത, ഈ കുവൈറ്റിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഈ 11 മലയാളികളോളം മരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയാളികളാണെന്നുള്ളൊരു വിവരമൊക്കെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതിൽ 7 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഈ 7 പേരുടെ മൃതദേഹം അത് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൊല്ലം പുനലൂർ സ്വദേശിയായ സാജൻ ജോർജ്, വയ്യാങ്കര സ്വദേശി ഷബീർ, വിളച്ചിക്കാല സ്വദേശി ലൂക്കോസ്, പത്തനംതിട്ട സ്വദേശി മുരളീധരൻ, പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ, കോന്നി സ്വദേശിയായിട്ടുള്ള സജു വർഗീസ്, കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇവരെ എത്രയും വേഗം ഈ നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് മാത്രവുമല്ല, ഈ നോർക്കയിൽ ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു ടോൾ ഫ്രീ നമ്പരും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ മുൻ നിശ്ചയിച്ച പ്രകാരം പ്രതിനിധി സമ്മേളനം അത് അടുത്ത തീയതികളിൽ 14-15 തീയതികളിൽ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ നോർക്കയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങൾ, അതായത് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ, അത് ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. സ്മിത. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അരുൺ പാറാട്ടിലേക്ക് പോകുന്നു. അരുൺ, നേരത്തെ ഫോണിൽ എന്തോ ശബ്ദ തകരാറുണ്ടായിരുന്നു, ഇപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അരുൺ, ഈ പൊതുവെ ഈ ലേബർ ക്യാമ്പുകളിലൊക്കെ തന്നെ, തൊഴിലാളികളുടെ ക്യാമ്പുകളിലൊക്കെ തന്നെ കൂടുതൽ പേർ താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൂട്ടുകാരൊക്കെ അവർക്കൊപ്പം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ മാത്രമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ രീതിയിലുള്ള വിവരങ്ങൾ അതറിയാനുള്ള എന്തെങ്കിലും വഴി? കാരണം തീപിടുത്തമാണ്, അവിടെ ഉണ്ടായിരുന്ന രേഖകളെല്ലാം നഷ്ടമായിട്ടുണ്ടാകും. ആ രീതിയിൽ എങ്ങനെയുള്ള നടപടികളാണ് ഇനി ഉണ്ടാവുക? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി ഇന്നലെ തന്നെ അവരുടെ ആ ലേബർ ക്യാമ്പിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ഇവർ ഏത് ഭാഗത്താണ് ഉള്ളത്, ഇവർക്ക് എവിടെയാണ് ചികിത്സ തേടിയിരിക്കുന്നത് എന്ന അടക്കമുള്ള വിശദാംശങ്ങളെല്ലാം ഇന്നലെ തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 56 പേരാണ് വിവിധ ആശുപത്രികളിൽ ഇപ്പോഴും ചികിത്സയിലുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ 11 ആളുകളെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ബാക്കി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഇതിൽ 9 ആളുകളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 5 ആശുപത്രികളിലായിട്ടാണ് ഇവർക്ക് ചികിത്സ നൽകുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നു. അദാനി 10 പേരുണ്ട്, അതുപോലെ ജാബിർ, ഫർവാനിയ, മുബാറക് അൽ ഖബീർ, ജഹറ എന്നീ ആശുപത്രികളിലായിട്ടാണ് ഇവർക്ക് മികച്ച ചികിത്സ നൽകുന്നത്. ഇതിൽ 9 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമാണെന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സംബന്ധിച്ച തീരുമാനമാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അടുത്ത ദിവസം മുതൽ കുവൈറ്റിൽ ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ ആരംഭിക്കുകയാണ്. അതിനാൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതിനായുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനം അയക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ സംഭവ സ്ഥലത്തെത്തും. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം മരിച്ചവരുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 49 ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 43 ഇന്ത്യക്കാരും ഫിലിപ്പീൻ സ്വദേശികളും ഉണ്ട്. ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട്. മൃതദേഹം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിരലടയാളങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന് സാധിക്കാത്ത ആളുകൾ DNA ടെസ്റ്റ് അടക്കം നടത്തിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നത്. എന്തായാലും ഇവരിൽ 11 ആളുകൾ മലയാളികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 9 പേരുടെ വിശദാംശങ്ങൾ ഇതിനോടകം ലഭ്യമായിട്ടുണ്ട്. ഇതിൽ തൃക്കരിപ്പൂർ സ്വദേശിയായ കേളു പൊന്നല്ലിയുണ്ട്, കാസർഗോഡ് സ്വദേശിയുണ്ട്, പാമ്പാട് സ്വദേശിയുണ്ട്, പന്തളം സ്വദേശിയും കൊല്ലം സ്വദേശി, ഇത്തരത്തിൽ 9 ആളുകളുടെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ബാക്കിയുള്ള 2 പേരുടെ കൂടി വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അത് ഏത് നാട്ടുകാരാണ് ഇവർ എന്നടക്കം അറിയാനുണ്ട്. ഇതെല്ലാം ഇന്ന് രാവിലെയോടുകൂടി നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 56 പേരിൽ ഇപ്പോൾ 9 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. ഇവർക്ക് മികച്ച ചികിത്സ തന്നെ നൽകുന്നുണ്ട് എന്നും കൃത്യമായി അറിയിക്കുന്നുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ ഷേഖ് ഇന്നലെ തന്നെ ആശുപത്രികൾ നേരിട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇന്ത്യൻ എംബസി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, അരുൺ പാറാട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒരു മൃതദേഹം കൂടിയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. മലയാളികളിൽ 11 പേരാണ് മരിച്ചത്. ഇതുവരെയുള്ള വിവരമനുസരിച്ച് ഇതിൽ 9 പേരുടെ പേരുവിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി 2 പേരുടെ പേരുവിവരങ്ങൾ ലഭിക്കാനുണ്ട്. അരുൺ രാജ് കൂടി ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന്. അരുൺ രാജ്, കൊല്ലം സ്വദേശി അതിലുണ്ടായിരുന്നു, പുനലൂർ സ്വദേശി ഉണ്ടായിരുന്നു, അങ്ങനെ കൂടുതൽ പേരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവിടെ നിന്ന് അരുൺ ഇപ്പോൾ എവിടെയാണുള്ളത്, എന്താണ് വിവരങ്ങൾ?
സ്മിത, കൊല്ലത്തുനിന്ന് 3 പേരാണ് നിലവിൽ 3 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒന്ന് പുനലൂർ സ്വദേശിയുടെയും മറ്റൊന്ന് ശൂരനാട് സ്വദേശി ഷമീർ, മറ്റൊന്ന് ആദിച്ചനല്ലൂർ സ്വദേശി ആയ ലൂക്കോസിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആദിച്ചനല്ലൂരാണ്. ആദിച്ചനല്ലൂർ വിളച്ചിക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൂക്കോസിന്റെ വീട് ഉള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 15 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയാണ്. ഇതേ കമ്പനിയിൽ ഫോർമാനായി ജോലി ചെയ്ത് വരികയായിരുന്നു ഈ ലൂക്കോസ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വീട്ടിൽ ഔദ്യോഗികമായി ഈ മരണവിവരം ഒരാൾ തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷേ അവിടെ ഈ സഹപ്രവർത്തകരുണ്ടായിരുന്നു, ഈ സമീപത്തുണ്ടായിരുന്ന ഈ ചർച്ചുമായി ബന്ധപ്പെട്ടവരുണ്ടായിരുന്നു. ഇവർ ഈ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മരണത്തിൽ ഇന്നലെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഇദ്ദേഹം അവിടുത്തെ തന്നെ ഒരു പള്ളിയിലെ വികാരിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഈ തീ പിന്നീട് ആളിപ്പടർന്ന സാഹചര്യത്തിൽ പിന്നീട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 15 വർഷമായി കുവൈറ്റിൽ തുടരുന്ന ഈ ലൂക്കോസ് ഈ മാസം അവധിക്കാലത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലാണ് ഈ ദാരുണമായ അന്ത്യം കൂടി സംഭവിക്കുന്നത്. എന്തായാലും നിലവിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ മരണം ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെയും കമ്പനിയുടെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചതായാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി. ആർ അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. എ വി ജയശങ്കർ പുനലൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, അരുൺ രാജ് പറയുകയായിരുന്നു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് മരണവിവരം അത് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. പുനലൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? അവരുടെ കുടുംബങ്ങളോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്മിത, നമ്മൾ പുനലൂരിൽ മരണപ്പെട്ട സാജൻ്റെ വീടിനടുത്താണുള്ളത്. ബന്ധുക്കൾ അതിയായ വിഷമത്തിലാണ്. കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു മരണവിവരം കുടുംബത്തെ തേടി എത്തുന്നത്. അവിടെ പുറത്തുള്ള ചില സുഹൃത്തുക്കളാണ് ഈ ഒരു വിവരം കുടുംബത്തെ അറിയിക്കുന്നത്. പിതാവിന് നിലവിൽ വിവരം അറിയാം, അടുത്ത ബന്ധുക്കൾക്കറിയാം. അമ്മയെ ഇക്കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം അമ്മയോട് ആശുപത്രിയിലാണ്, ചില പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രമേ ഇതുവരെ അറിയിച്ചിട്ടുള്ളൂ. മറ്റ് പരിക്കുകളുണ്ടെന്ന് മാത്രമാണ് അമ്മയ്ക്ക് അറിയുക. അതിനപ്പുറത്തേക്ക് മരണവിവരം ഇതുവരെ അമ്മയെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വലിയ വിഷമത്തിലാണ്. ഏത് തരത്തിൽ ഇത് അറിയിക്കുമെന്നാണ് അവരുടെ ഒരു ആശങ്ക. ഈ സാജൻ വിദേശത്തേക്ക് പോയിട്ട് 1 മാസം മാത്രമാണ് തികയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ശമ്പളം വരുന്നത്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ ആദ്യ ശമ്പളം കിട്ടിയതിനെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചൊക്കെയാണ് അവർ പങ്കുവെക്കുന്നുണ്ടായിരുന്നത്. അവർക്ക് വലിയ വിഷമത്തിലാണുള്ളത്. എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ള ചോദ്യമാണ് അവർ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും ശോകമൂകം തന്നെയാണ് ഈ നാടും പ്രദേശവും എല്ലാം തന്നെ. കാരണം നിനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു മരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സാലറി അയക്കുന്നു, ആദ്യ ശമ്പളം വീട്ടിലെത്തുന്നു, അമ്മയോട് സംസാരിക്കുന്നു. അത്തരം ഒരുപാട് കഥകൾ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അടുത്ത ചില ബന്ധുക്കൾ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. അത്തരത്തിൽ ഔദ്യോഗികമായി ഇതുവരെ മരണം സംബന്ധിച്ചൊരു അറിയിപ്പും എംബസിയുടെയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്ന് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. കൊല്ലം ജില്ലയിൽ 3 മരണങ്ങളാണ് ഉണ്ടായത്. ഈ 3 ഇടത്തും ഇതുവരെ അറിയിപ്പൊന്നുമില്ല. ജില്ലാ ഭരണകൂടവും പോലീസും വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് വരാനുണ്ട്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളിലും മറ്റും വരുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക്, ഇല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇവിടെ നിന്ന് അറിയുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്കുള്ള വിവരം തങ്ങളുടെ പക്കലില്ല എന്നാണ് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടവും പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒന്നിച്ച് മുഴുവൻ ഇന്ത്യക്കാരുടെയും ലിസ്റ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വരും മണിക്കൂറിൽ തന്നെ പുറത്തു വരും ഔദ്യോഗികമായി. ശരി ജയശങ്കർ. പുനലൂരിൽ നിന്ന് ജയശങ്കറാണ്, എ വി ജയശങ്കറാണ് വിവരങ്ങളുമായി ചേർന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയായിരുന്നു. ഈ വാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലിൽ നിന്ന് ആരും തന്നെ മുക്തരായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കുടുംബങ്ങളെ തന്നെ കൃത്യമായി അറിയിച്ചിട്ടില്ല ഇതുവരെ. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.